ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീലിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്പെഗറ്റി കൊണ്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ചൈനീസ് കം ഇന്ത്യൻ സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോസൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്നത് കൊണ്ട് ഒത്തിരി യങ്സ്റ്റേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, വളരെ ടേസ്റ്റിയാണ്. ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് ലഞ്ച് ബോക്സിലും ടിഫിൻ ബോക്സിലും ഒക്കെ വെച്ചുകൊണ്ട് പോകാൻ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് സ്പെഗറ്റി മാത്രമല്ല, മക്കറോണി, പാസ്ത, അതുപോലെ നൂഡിൽസും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഹോൾ വീറ്റ് സ്പെഗറ്റിയാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം സ്പെഗറ്റി കൊണ്ട് നമുക്ക് 3 പേർക്ക് വിളമ്പാൻ പാകത്തിലുണ്ടാകും. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് വേണം, അത് നമ്മളുടെ ഇഷ്ടാനുസരിച്ച് കൂടുതലോ കുറവോ എടുക്കാം. അതുപോലെ ക്യാപ്സിക്കം വേണം, നീളത്തിൽ സ്ലൈസ് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ അണിയൻ വേണം. അണിയൻ ഞാൻ ഔട്ടർ പാർട്ട് മാത്രം കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എരിവിന് വേണ്ടി ഒരു പച്ചമുളകാണ് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സ്പ്രിങ് അണിയൻ വേണം. ഇത്രയും സാധനങ്ങൾ മെയിനായിട്ട് വേണം. പിന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം. അത് 2 ടീസ്പൂൺ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ഇഞ്ചിയും ചോപ്പ് ചെയ്തത് വേണം. ഇനി നമുക്ക് സോയാ സോസ് വേണം, റെഡ് ചില്ലി സോസ് വേണം. പിന്നെ അതുപോലെ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ഓയസ്റ്റർ സോസ്, ഇത്രയും സോസുകളാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് വെട്ടി തിളക്കുന്ന വെള്ളത്തിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്താലേ നമുക്ക് സ്പെഗറ്റി വേവിച്ചെടുക്കുമ്പോഴേക്കും ഉപ്പുണ്ടാവുള്ളൂ. അതുകൊണ്ട് നല്ലതുപോലെ ഉപ്പ് ചേർത്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് സ്പെഗറ്റി ചേർത്ത് കൊടുക്കാം. ഞാനിത് മുഴുവനായിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2ആക്കി കട്ട് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ്. സ്പെഗറ്റി വെള്ളത്തിൽ നന്നായിട്ട് മുക്കി ഇട്ടതിന് ശേഷം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നല്ല ഹൈ ഹീറ്റിൽ തിളപ്പിക്കുക. തിളച്ച് തുടങ്ങിയതിന് ശേഷം മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് 25 മിനിറ്റ് കുക്ക് ചെയ്യുക. തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് തിളച്ച് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാം. 25 മിനിറ്റ് കഴിയുമ്പോഴേക്കും സ്പെഗറ്റി നന്നായിട്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ടാകും. കൂടുതൽ വേകേണ്ട ആവശ്യമില്ല. ഇത് നമ്മളിങ്ങനെ കൈകൊണ്ട് പൊട്ടിച്ചാൽ ഇത് പൊട്ടി പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടണം. ആ പാകത്തിലാവുമ്പോഴേക്കും നമുക്കിത് ഒരു അരിപ്പയിലേക്ക് വെള്ളം കളഞ്ഞെടുക്കാം. ഇതുപോലെ ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കുക. എല്ലായിടത്തും എണ്ണ ആവത്തക്ക വിധം ഒന്ന് കുടഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനു വേണ്ടി കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. സൺഫ്ലവർ ഓയിലാണ് നല്ലത്. എണ്ണ ഹൈ ഹീറ്റിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലതുപോലെ ചൂടായ മണം വരണം. ഹൈ ഹീറ്റിലാണ് ഈ സമയത്തൊക്കെ കുക്ക് ചെയ്യേണ്ടത്. വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ ചൂടായ മണം വരുമ്പോഴേക്കും പച്ചമുളക് ചേർത്ത് വഴറ്റുക. പിന്നെ ഇതിലേക്ക് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് ഒരു 30 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. കൂടുതൽ കുക്കാവേണ്ട ആവശ്യമില്ല. ഇനിയും നമ്മൾക്ക് പ്രോസസ്സ് ഉണ്ട്, കുക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ അതുകൊണ്ട് അത് അധികം വേകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ക്യാബേജും ഗ്രീൻ അണിയനും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കിയാൽ മാത്രം മതി, ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഉടനെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന സ്പെഗറ്റി ചേർത്ത് കൊടുക്കാം. ഇപ്പോഴെല്ലാം നമ്മൾ ഹൈ ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് വെജിറ്റബിളുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം.
ആദ്യം സോയാ സോസ് ചേർക്കാം. ഡാർക്ക് സോയാ സോസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2 ടീസ്പൂൺ ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കാം. ഗ്രീൻ ചില്ലി സോസും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തു. 2 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ് ചേർക്കുന്നുണ്ട്, അത് കുറച്ച് കൂടുതലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് ചേർത്താൽ വളരെ നല്ല ടേസ്റ്റാണ്. ഞാൻ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ചേർത്താൽ വളരെ നല്ല ടേസ്റ്റാണ്. അത് അവൈലബിൾ ആയിട്ടുള്ളവർ അത് ചേർക്കുക. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഹീറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഈ സോസ് എല്ലാം നല്ലതുപോലെ സ്പെഗറ്റിയുമായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ തൂവി കൊടുത്ത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ഇഷ്ടമല്ലാത്തവർക്ക് പഞ്ചസാര തൂവി കൊടുത്താലും മതിയാകും. പിന്നെ 1/2 ടീസ്പൂൺ വൈറ്റ് വിനീഗറും കൂടി ചേർക്കുക. അപ്പോൾ ഇത് ചേർത്തതിന് തുല്യമാകും. പക്ഷേ ഇത് ചേർത്താൽ കുറച്ച് സ്വീറ്റ്നെസ്സും ഉണ്ടാകും, പിന്നെ നല്ല കളറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ടൊമാറ്റോ കെച്ചപ്പ് അവസാനം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തും നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്പെഗറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. സോസുകളെല്ലാം ഡാർക്ക് കളറിലായതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കുന്നത്. പിന്നെ ഹോൾ വീറ്റ് സ്പെഗറ്റി ആയതുകൊണ്ട് അതും കുറച്ച് ഡാർക്കാണ്. പിന്നെ നിങ്ങൾ ലൈറ്റ് സ്പെഗറ്റി, അതായത് മൈദ കൊണ്ടുണ്ടാക്കുന്ന സ്പെഗറ്റിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് ലൈറ്റ് കളർ കിട്ടും. പിന്നെ റെഡ് ചില്ലി സോസിന് പകരം ഗ്രീൻ ചില്ലി സോസ് ഉപയോഗിക്കാം. പിന്നെ സോയ സോസ്, ലൈറ്റ് സോയ സോസും ഉപയോഗിക്കാം. ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ നല്ല ടേസ്റ്റും സ്മെല്ലും കൂടും. പിന്നെ ഡാർക്ക് സോയ സോസ് ആകുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടിരിക്കുകയും ചെയ്യും, കുറച്ച് പുളിരസം കൂടുതലുമാണ് അതിന്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ബോയിൽ ചെയ്ത എഗ്ഗ് 2ആയി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് അലങ്കരിക്കാവുന്നതാണ്. എഗ്ഗിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ തൂവി കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇതിൻ്റെ പുറത്തേക്ക് തൂവി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക് കഴിക്കാൻ പറ്റും. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള സ്പെഗറ്റി റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.